സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2026 സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഇന്ന് നടന്ന അഖീദയുടെ ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ദിവസമായി മക്കളെ കഷ്ടപ്പെട്ട് രക്ഷിതാക്കളെ പഠിപ്പിക്കുന്നു. ഏത് രൂപത്തിലാണ് ചോദ്യം വന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ രക്ഷിതാക്കൾക്കുണ്ടാവും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എത്ര മാർക്ക് ഏകദേശം ഉണ്ടാകും എന്ന് അറിയാനും എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായകമാണ്. മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗപ്പെടുത്തരുത് എന്നറിയിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് ചേർക്കാനായിരുന്നു. അതിൽ 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യരാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ മലക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് മദീനയിലാണ്. 5-മത്തത് ഭൂമി പടച്ചത് അള്ളാഹുവാണ്. ഇങ്ങനെയാണ് അതിനെ യോജിപ്പിക്കേണ്ടിയിരുന്നത്. ഇനി 2-മത്തത് ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. അതിൽ 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്. ശരിയായ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അള്ളാഹു നമുക്ക് കേൾക്കാൻ തന്നു, ചെവി തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ തന്നു, നാവ് തന്നു. അള്ളാഹു നമുക്ക് പിടിക്കാൻ തന്നു, കൈ. അള്ളാഹു നമുക്ക് നടക്കാൻ തന്നു, കാല് തന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ തരുന്നു, വായു തരുന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഓപ്ഷനുകളെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ഇനി 3-മത്തത് ഉത്തരമെഴുതാം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ചില കുട്ടികൾക്കൊരു പ്രയാസമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും പാഠം വായിച്ച കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അള്ളാഹു നമുക്ക് ഭൂമി തന്നു. എന്തിനാണ് ഭൂമി തന്നത്? നമുക്ക് വസിക്കാൻ ഭൂമി തന്നു. ആദ്യത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം തരുന്നു. എന്തിനാണ്? നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു എന്നതാണ്. ഇനി 3-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു എത്രാം വയസ്സിൽ? 40-ാം വയസ്സിൽ. അതിൽ തന്നെ അപ്പുറത്ത് 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി എത്രാമത്തെ വയസ്സിലാണ്? 53-ാമത്തെ വയസ്സിലാണ് നബി ഹിജ്റ പോകുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതേണ്ടിയിരുന്നത്. ഇനി 4-മത്തത് ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ 4-മത്തത് പദങ്ങൾ ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു എന്ന് രക്ഷിതാക്കളൊന്ന് അറിയിക്കുക. ഒക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ജ്ഞീണം എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാക്കിയിട്ട് ക്ഷീണം, മലക്കുകൾ ക്ഷീണമില്ലാത്തവരാണെന്ന പാഠത്തിൽ അതിൽ വന്നതാണത്. പിന്നെ പഠിച്ചു എന്നുള്ളതിന് പഠിച്ചു എന്നാണ് എഴുതുന്നത്. പിന്നെ വഴിപ്പെടുന്നവർ എന്നുള്ളതിന് വഴി എന്നാണ് അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. വഴി എന്നുള്ള ഇതാണ് എഴുതേണ്ടത്. ആരാധനയിലൊരു ഹാ കുറവാണ്, ആരാധന. അതൊക്കെ കുട്ടികൾ ശരിയാക്കി എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. പിന്നെ നമുക്ക് പേരുകൾ എഴുതാം എന്ന ചോദ്യത്തിൽ പ്രധാനികളായ 4 മലക്കുകളെ പേരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. വേർതിരിക്കാം എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാണുന്നവ, കാണാത്തവ 2 വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണത്. ഇതിൽ പേന, മദ്രസ, മനുഷ്യൻ കാണുന്നവയാണ്. ജിന്ന്, മലക്ക്, പിശാജ് കാണാത്തവയുമാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിരുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടെ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് കുട്ടികൾക്കൊക്കെ മുഴുവൻ മാർക്കും ഉണ്ടാവട്ടെ. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നാളത്തെ പരീക്ഷയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്താവുന്നതാണ്.